ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ നെക്ക് ഡിസൈൻ ആണ് കേട്ടോ കാണിച്ചിട്ടുള്ള സ്കാലപ്പ് നെക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരെങ്കിലും വീഡിയോ കാണാതുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ തന്നെ കട്ടിങ് വീഡിയോയുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കാണുക. അപ്പോൾ അതിൻ്റെ ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ പോകണം കേട്ടോ. ഇന്ന് ഞാൻ ബാക്ക് പാർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ആണ് കേട്ടോ ഇത്. ലൈനിങ്ങിൽ നമ്മൾ ചെറിയ കട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സെൻറ്റർ അറിയാൻ വേണ്ടി. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിലും ഞാൻ അതുപോലെ ഒരു കട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം ഞാൻ ലൈനിങ്ങിൻ്റെ നല്ല വശമാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നല്ല വശത്തേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ ചീത്ത വശമാണ് കേട്ടോ ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ മുകളിൽ വരുന്നത് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശമായിരിക്കും മുകളിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ആദ്യം സെൻറ്റർ അറിയാൻ വേണ്ടി നമ്മളൊരു ചെറിയ കട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ കട്ട് രണ്ടും കൂടെ ചേർത്ത് വെച്ച് നമുക്കൊരു മുട്ടപ്പിന്ന് കുത്തിയെടുക്കാം കേട്ടോ. ഈ സെൻറ്ററിൽ ഫസ്റ്റ് ഞാൻ അവിടെ ഒന്ന് മുട്ടപ്പിന്ന് കുത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ള് ലൈനിങ്ങും നമ്മുടെ മെയിൻ പാർട്ടും കൂടെ ചേർത്ത് വെച്ച് ഫുള്ളൊന്ന് മുട്ടപ്പിന്ന് കുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ മെയിൻ പാർട്ടും ലൈനിങ് കൂടെ ജോയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് നെക്ക് അടിക്കാനുണ്ട്. ഫസ്റ്റ് നെക്ക് അടിക്കുകയാണ് കേട്ടോ. നെക്ക് അടിച്ച് ഷോൾഡറും ജോയിൻ ചെയ്തിട്ടേ നമ്മൾ മെയിൻ പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ പാർട്ടിൽ ജോയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ നെക്ക് ഞാനിതുപോലെ കട്ട് ചെയ്ത് ഞാനൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ റൗണ്ട് നെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് ഞാൻ 5 ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലെങ്ത് എടുത്തിട്ടുള്ളത് ഒരു 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 3.5 എനിക്ക് ടോട്ടൽ വേണ്ടുന്നത്. 1/2 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഇഞ്ച്, കാരണം ക്യാൻവാസ് ആയിട്ട് നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ച് ജോയിൻ ചെയ്യുമ്പോൾ കയറിപ്പോൾ, അതുകൊണ്ടാണ്. പിന്നെ ഇതുപോലെ തന്നെ അയൺ ചെയ്യാൻ വേണ്ടി ഞാനിത് കട്ട് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻവാസിൽ നമ്മൾ ഫ്രണ്ട് നെക്ക് ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗമുണ്ട് കേട്ടോ. ഗ്ലേസിംഗ് ഉള്ള ഭാഗമുണ്ട് ക്യാൻവാസിൽ. അത് വേണം നമ്മൾ ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോഴാണ് ഒട്ടുന്നത് കേട്ടോ. ക്ലോത്തിൽ ഒട്ടത്തുള്ളൂ. അല്ല റഫായിട്ടുള്ള സ്ഥലം നമ്മൾ ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒട്ടി പിടിക്കത്തില്ല കേട്ടോ. അതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഫുള്ളൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു 4 ഇഞ്ച് മാത്രം മതി കേട്ടോ. 4 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ക്ലോത്തെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കണ്ടോ. എന്നിട്ട് ആവശ്യമില്ലാത്ത നൂലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്താലും നമുക്ക് ബാലൻസ് വരുന്ന നൂലെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം, എന്നാലേ ഫിനിഷ് ഇട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ മുകൾ ഭാഗത്ത് ചെറുതായിട്ട് നമ്മൾ ക്ലോത്ത് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ട് നമുക്കിനി നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, ബാക്ക് പാർട്ട് എടുക്കുക. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഇതും ഞാൻ സെൻറ്ററൊന്നും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സെൻറ്റർ അടപ്പെടുത്തിയിട്ടുണ്ട്. ആ സെൻറ്ററോടെ ജോയിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ല വശമാണ് കേട്ടോ. നമ്മളെ ക്യാൻവാസിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെച്ച് ഇതുപോലെ ഒന്ന് മുട്ടുപിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ക്യാൻവാസിൻ്റെ അരികി കൂടെ, ക്യാൻവാസിൻ്റെ അകത്ത് കയറുന്നത് അരികി കൂടെ ഒന്ന് സ്റ്റിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളൊരു 4 ഇഞ്ച് മാത്രം നിർത്തിയിട്ട് തയ്യൽ തുമ്പ് 4 ഇഞ്ച് നിർത്തി ബാക്കി ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ചെറിയ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ. അപ്പം സ്റ്റിച്ചിൽ കൊള്ളരുത്, സ്റ്റിച്ചിൽ കൊള്ളാണ്ട് വേണം നമ്മൾ കുഞ്ഞു കട്ടിട്ടെടുക്കാനുള്ളത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് മുകൾ ഭാഗത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഉണ്ടല്ലോ, നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് എല്ലാവരുടെ ഷോൾഡറിനും ചെറിയൊരു ചരിവുണ്ട് കേട്ടോ. അപ്പോൾ ആ ചരിവിനാണ് നമ്മൾ 4 ഇഞ്ച് ചരിച്ച് വെട്ടുന്നത്. അപ്പോൾ അത് ഒരു 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത്, നമ്മൾ ആം ഹോൾ വരച്ചിട്ടുണ്ടല്ലോ, ആം ഹോളിൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്തിട്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങോട്ട് ഇതുപോലെ ചരിച്ചൊന്ന് വരയ്ക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ചരിച്ചെടുക്കുക. അപ്പോൾ നെക്കിൻ്റെ അവിടെ ഒരു വ്യത്യാസവും വരരുത് കേട്ടോ. നെക്ക് വെട്ടിയെടുത്ത് ഒരു വ്യത്യാസവും വരരുത്. നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ വേണം ഒരു 4 ഇഞ്ച് പോകാനായിട്ട്. ഇതുപോലെ ചരിച്ച് വെട്ടി ഷോൾഡറിൻ്റെ അവിടെ എത്തുമ്പോൾ 4 ഇഞ്ച് നമ്മൾ വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ടിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 ഇഞ്ച് വെട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാനത് ഫ്രണ്ട് ഫുള്ളും നമ്മൾ ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. 4 ഇഞ്ചൊക്കെ വെട്ടി ഫുള്ള് നീറ്റാക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ നല്ല വശം ചേർത്തിട്ട് കൊടുക്കുക. ഫ്രണ്ട് പാർട്ടിന് നല്ല വശവും ബാക്ക് പാർട്ടിന് നല്ല വശവും കൂടി ചേർത്ത് വയ്ക്കാം. എന്നിട്ട് ഇത് നമ്മൾ ക്യാൻവാസ് കണ്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കണ്ടോ, ഇവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ നമ്മളത് ഈ ഫ്രണ്ട് നെക്ക് ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ചേർത്ത് വെക്കണം. കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ ചേർത്ത് വെക്കണം കേട്ടോ. ചേർത്ത് വെച്ചിട്ട് ആദ്യമേ നമുക്കിത് ബാക്ക് പാർട്ടിൻ്റെ ക്യാൻവാസ് ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കുക. എന്നിട്ട് തയ്യൽ തുമ്പൂടെ മറിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ക്യാൻവാസും ബാക്ക് പാർട്ടിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല, തയ്യൽ തുമ്പൂടെ ഒന്ന് മറിച്ചെടുത്തിട്ട് നമുക്ക് 1/2 ഇഞ്ചാണ് കേട്ടോ. 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ പാർട്ടും 4 പാർട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ഷോൾഡറും ലൈനിങ്ങും എല്ലാം കൂടെ അത് 4ഉം കൂടെ കറക്റ്റ് പിടിച്ച് വെച്ചിട്ട് തന്നെ 1/2 ഇഞ്ചിൽ നമ്മളൊന്ന് സ്റ്റിച്ചിട്ട് എടുക്കുക. അപ്പം 2-3 രീതിയുണ്ട് കേട്ടോ ഷോൾഡർ ജോയിൻ ചെയ്യിപ്പോൾ. ഇതൊരു രീതിയാണ്. ഞാൻ ആദ്യത്തേക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് നമ്മളെ ലൈനിങ്, ബാക്ക് ബട്ടൻ്റെ ലൈനിങ്ങും കൂടെ മുകൾ ഭാഗത്തേക്ക് മറിച്ചിട്ടാണ് കേട്ടോ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത്, അത് അടിച്ച് മറിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല, ഇത് വേറൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ രീതിയും കാണിക്കണമല്ലോ, അങ്ങനെ ഇന്ന് വേറെ രീതിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് ചെയ്യാം. അപ്പോൾ 2 സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് കൂടെ മറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ കിട്ടും. ഏത് രീതിയിലാണെങ്കിലും ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ട്, ഈ പാർട്ട് ഇപ്പുറത്തെ ഭാഗത്തെ ഷോൾഡർ നമ്മൾ അതുപോലെ തന്നെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് രണ്ട് സ്റ്റിച്ചിട്ട് എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പാർട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റിന് നമുക്കിത് ഷോൾഡർ കണ്ടോ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലാണ് കേട്ടോ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ വരുന്നത്. കണ്ടോ, ഇനി വേണം നമ്മൾ ബാക്ക് നെക്ക് ഒന്ന് അടിച്ച് മറിച്ച് കൊടുക്കാനേ. അപ്പോൾ ദേ ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് അടിച്ച് മറിക്കാം. അതിനുവേണ്ടി ഇതേ ഷോൾഡറാണ് കേട്ടോ. ഷോൾഡറിൻ്റെ മുകളിൽ നിന്നാണ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതേ ഒരു സൈഡിൽ ഷോൾഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിന് മുന്നേ ഇതേ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തില്ലേ, ബാക്കും ഫ്രണ്ടും പാർട്ടും കൊണ്ട് ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു തയ്യൽ തുമ്പ് ബാക്ക് പാർട്ടിലോട്ട് ആക്കി വെക്കണം കേട്ടോ. ബാക്ക് പാർട്ടിലോട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ കൂടെ വലിച്ച് പിടിച്ച് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ക്യാൻവാസ് ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് നമുക്ക് എഡ്ജിൻ്റെ അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ചിട്ട് എടുക്കാം. ഇതുപോലെ വലിച്ച് പിടിച്ച് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തി നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തിട്ട് ഇതേ ക്യാൻവാസ് ഉള്ളിലോട്ടാക്കണം കേട്ടോ. കറക്റ്റ് നെക്കിൻ്റെ നമ്മൾ അടിച്ച ക്യാൻവാസൊക്കെ ഉള്ളിലോട്ടാക്കി നെക്കിൻ്റെ അരികിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് എടുക്കുക. എന്നിട്ട് സ്റ്റിച്ചിട്ട് നമ്മളിതേ കറക്കി നമ്മൾ റൗണ്ട് ഷേപ്പിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അപ്പുറത്തെ ഷോൾഡറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതേ ഇപ്പുറത്തെ ഷോൾഡർ വഴി ഇങ്ങനെ ഇറക്കാം കേട്ടോ. അപ്പോഴും ഇവിടുത്തെ ഷോൾഡറിനെ തയ്യൽ തുമ്പ് ബാക്കിലോട്ടാണോ നോക്കണം കേട്ടോ. അകത്തോട്ട് നമ്മൾ നോക്കുക, കറക്റ്റ് ആക്കി വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മൾ ഇതിനൊക്കെ തന്നെ വലിച്ച് പിടിച്ച് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് നമുക്കൊന്ന് ഹെം ചെയ്ത് വെക്കട്ടെ. കാരണം നമ്മൾ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ക്യാൻവാസ് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇടുമ്പോഴത്തേക്കും. അപ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലെയും ഞാൻ ഏറ്റവും ലാസ്റ്റ് നമ്മളെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഹെം ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് ഉള്ളിലോട്ടത് ലാസ്റ്റ് ഞാൻ ഹെം ചെയ്ത് വെച്ച് കൊടുക്കും കേട്ടോ ഒന്ന്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ബാക്ക് പാർട്ട് ലൈനിങ്ങും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ലൈനിങ് ജോയിൻ ചെയ്തേക്കുന്ന സ്റ്റിച്ചിനോട് ചേർത്ത് തന്നെ ജോയിൻ ചെയ്തെടുക്കുക. കണ്ടിരുന്നിട്ട് ഫുള്ള് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മെയിൻ പാർട്ടിൽ ബാക്കി വരുന്നത് നമ്മുടെ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തങ്ങ് മാറ്റുക. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർട്ട് വേണം അടയാളപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ട് പാർട്ടിൽ ഞാൻ ഡാർട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്, ബാക്കിലില്ല കേട്ടോ, അടയാളപ്പെടുത്തുന്നില്ല. കാരണം സിബ് വരുന്നതുകൊണ്ട് ബാക്കിൽ ഞാൻ അത് അഡ്ജസ്റ്റ് ആയി പോയിക്കോളും. അതുകൊണ്ട് ഞാൻ ബാക്കിൽ ഡാർട്ട് അടയാളപ്പെടുത്തുന്നില്ല. അപ്പോൾ കട്ട് ചെയ്തപ്പോഴേ ഞാനൊരു 1/2 ഇഞ്ച് ഡാർട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിങ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത്. അപ്പോൾ അതേ അതിന് വേണ്ടി ഡാർട്ടിന് വേണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡാർട്ടിന് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇതേ 3.2 ഇഞ്ചാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതെങ്ങനെ വന്നെന്ന് വെച്ചാൽ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്യണം കേട്ടോ. നമുക്ക് എപ്പോൾ ഡാർട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് 32 ആണ്. 32നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 3.2 കിട്ടും. അപ്പോൾ 3യും പിന്നെ ഒരു 3 കഴിഞ്ഞിട്ട് 2 പോയിൻറ്റും കൂടെ കേട്ടോ. അതുപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ 2ആയിട്ട് മടക്കി ഇട്ടിട്ട് ആ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. കണ്ടോ, ഫോൾഡഡ് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ മാറിപ്പോയിരിക്കാനായിട്ട് ഒരു മുട്ടുപ്പിന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് അവിടെ നിന്ന് തന്നെ മുകളിലോട്ടും അതേ അളവ് തന്നെ മാർക്ക് ചെയ്യണം, 3.2. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി മാർക്ക് ചെയ്യണം. നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആദ്യം 3.2 മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതേ ഒരു 1/2 ഇഞ്ചും കൂടെ മുകളിലോട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് അത് മാർക്ക് ചെയ്തില്ല, നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്നും നമ്മൾ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒന്നും ടേപ്പ് വെച്ച് നോക്കുക. 3.2 തന്നെ എവിടെ കിട്ടുമെന്ന് നോക്കുക. കറക്റ്റ് നോക്കിയിട്ട് നമുക്കൊന്ന് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റ് ലെവലായിട്ട് ഒന്ന് സ്ട്രൈറ്റ് ലൈൻ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഡാർട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡാർട്ടിന് കറക്റ്റ് ആ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 10 ആണ് കേട്ടോ. ഏത് ചെസ്റ്റ് റൗണ്ട് ആണെങ്കിലും അതേ ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡാർട്ടിൻ്റെ പോയിന്റ് കിട്ടും. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് കൂട്ടിയെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് നമ്മളിനി ബാക്കി പാർട്ട് നമ്മൾ ഫ്രോക്കിൻ്റെ ബാക്കി താഴോട്ടുള്ള ഭാഗം ജോയിൻ ചെയ്യുമല്ലോ, നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷൻ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് നമ്മൾ പോവും. ആ 1/2 ഇഞ്ച് പോകുമ്പോൾ ലെവലാവാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ആ ഒരു പോയിന്റ് നമ്മൾ ആ ഒരു ലൈനിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇതുപോലെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്നൊരു വി ഷേപ്പിൽ താഴത്തേക്ക് ഒരു വി പോലെ, മുകളിൽ നിന്ന് വലിയ വീതിക്ക് വരണ്ട, താഴോട്ട് വരുംതോറും കണ്ട വീതി കൂടി ആ 1/4 ഇഞ്ചിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാനിത് കൈകൊണ്ട് വരച്ചെടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളങ്ങനെ വരയ്ക്കേണ്ട, സ്കെയിൽ കൊണ്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ പിടിക്കുക. നമ്മുടെ സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ അത് വെച്ച് മടക്കുക. നമ്മൾ ആദ്യം ലൈൻ ഇട്ട സെൻട്രൽ വെച്ചിട്ട് മടക്കിയിട്ട് നമ്മൾ ആ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലെവലിൽ വേണം നമ്മളത് വരച്ച അതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതാണ് നമ്മൾ ഡാർട്ട് എന്ന് പറയുന്നത്.
കേട്ടോ. നമുക്കിപ്പോൾ എന്താ അപ്പുറ സൈഡിൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം, ഒരു സൈഡിലല്ലേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അപ്പുറ സൈഡിലും ഇതുപോലെ തന്നെ ഈ 3.2 ഫോൾഡഡ് സൈഡിൽ നിന്ന് ആദ്യം താഴെ 3.2 മാർക്ക് ചെയ്യുക, പിന്നെ മുകളിലോട്ട് 3.2ഉം ഒരു അരയിഞ്ചും കൂടെ കയറ്റി മാർക്ക് ചെയ്യുക. അരയിഞ്ച് ഇതിനകത്ത് മനസ്സിലായാലും നമുക്ക് താഴത്തേക്ക് മറ്റേ സ്കേർട്ടിൻ്റെ പാർട്ട് നമ്മൾ മാർക്ക് ജോയിൻ ചെയ്യുമ്പം നമ്മൾ വേസ്റ്റ് പാർട്ടും അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അരയിഞ്ച് നമുക്ക് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അരയിഞ്ച് കൂട്ടിയിടുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് മറ്റേത് കണക്ക് തന്നെയാണ് 4 ഇഞ്ച് അപ്പുറം ഇപ്പുറം ഇട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇനിയൊന്ന് എനിക്ക് 2 സൈഡ് ഇതുപോലെ ഡാർട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നൂത്തിട്ടപ്പം എനിക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതായത് ഞാൻ നേരത്തെ കാണിച്ചോളൂ, സെൻറ്റർ കൊണ്ട് പിടിക്കുക കേട്ടോ. നമ്മൾ സെൻട്രൽ ലൈൻ ഇട്ടല്ലോ, ആ സെൻട്രൽ ലൈൻ കറക്റ്റ് ഇതുപോലെ പിടിക്കുക. അപ്പോൾ ലൈനിങ്ങും മെയിൻ പാർട്ടും കൂടെ പിടിക്കണം കേട്ടോ. ലൈനിങ്ങും മെയിൻ പാർട്ടും കൂടെ നമുക്ക് കിട്ടണം. അപ്പോൾ ഒഴുക്കം തുണി വേണ്ട, ശ്രദ്ധിച്ചോണം, ഒന്ന് പിടിച്ച് വെച്ച് വേണം നമ്മളിത് കറക്റ്റ് ഇതുപോലെ പിടിച്ച് വെച്ചിട്ട് നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യില്ല, അത് ഇണക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം താഴെ ലെവലായിരിക്കണം കേട്ടോ. നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ കറക്റ്റ് ലെവൽ തന്നെ ആയിരിക്കണം, വ്യത്യാസം ഒന്നും വരരുത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു കെട്ടിട്ട് തുടങ്ങുക. നമ്മളെപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരു കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും പറയാൻ വിട്ടോണ കാര്യമാണ്, ഇപ്പോൾ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് കെട്ടിടാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴേ തുണി നീങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ജസ്റ്റ് ഒന്ന് തുണി നീങ്ങാത്തതിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് അവിടെ കെട്ട് വീണോളൂ കേട്ടോ. സൂചി ഇങ്ങനെ നമ്മൾ ചവിട്ടുമ്പോഴത്തേക്ക് സൂചി ഇറങ്ങുന്നതനുസരിച്ച് നമ്മൾ തുണി നീങ്ങായിരിക്കും അവിടെ കെട്ട് ഓട്ടോമാറ്റിക് വീണോളും. അപ്പം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കണ്ടില്ല, ഇതുപോലെ ഞാൻ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തും അതുപോലെ സ്റ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കണ്ട് നമ്മൾ വേസ്റ്റ് പാർട്ട് താഴെ ലെവലായിരിക്കണം. താഴത്തെ പീസ് കണ്ടത് ലെവലാക്കി പിടിച്ചിട്ട് വേണം നമ്മൾ ഡാറ്റ് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. കാരണം ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്. കാരണം ആരെങ്കിലും എൻ്റെ വീഡിയോ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാതിരിക്കരുതല്ല. അതുകൊണ്ട്, കാരണം ഞാൻ ഫസ്റ്റിലെ സ്റ്റിച്ചിങ് പഠിച്ചത് യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ ലെങ്ത്ത് കൂടിപ്പോയെന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് നൂലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നോക്കി ഞാൻ മാർക്ക് ചെയ്ത് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, സെയിം ആ ഒരു ലൈനിൽ കൂടെ തന്നെയാണ് സ്റ്റിച്ച് പോയിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ചിട്ടെടുക്കാം. കണ്ടോ, മുകളിലും താഴെയും നമ്മളൊരു കെട്ടിട്ട് വേണം നിർത്താനായിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇളകി പോകത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുപോലെ ഡാർട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെല്ലാം പറഞ്ഞ ഡാർട്ട് ഞാൻ ബാക്കിൽ ഇടുന്നില്ല. കാര്യം ഞാൻ അവിടെ സിബ് വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം താഴെ വരെ ഞാൻ സിബ് വെച്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ സിബ് വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിലും ഇതുപോലെ തന്നെ ഡാർട്ട് ഇട്ടെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ സിബിന് വേണ്ടി ഇത് പ്രത്യേകം ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീതി 3 ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ച് വീതിയുണ്ട്. പിന്നെ ലെങ്ത്ത് നമുക്ക് യോക്ക് ലെങ്ത്ത് മതി കേട്ടോ. യോക്കിൻ്റെ ലെങ്ത്ത് നമുക്കിപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 13 ഇഞ്ചാണല്ലോ യോക്ക് ലെങ്ത് വന്നേക്കുന്നത്, യോക്ക് പാർട്ടിൻ്റെ. അപ്പോൾ ആ ഒരു 13 ഇഞ്ച് മതി. ഞാൻ 2 ഇഞ്ച് കൂടെ കൂട്ടി എടുത്തിട്ടുണ്ട്. അത് വേണമെന്നില്ല, കറക്റ്റ് ആ ഒരു ലെവൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് 3 സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് താഴെ വരുമ്പം ഇതുപോലെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ അടിഭാഗം മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡ് മടക്കാതെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് നമുക്ക് ഫുള്ള് 3 സൈഡൊന്ന് സ്റ്റിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത് സിബ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ്. എന്നിട്ട് നമുക്ക് ഇതാണ് ഈ തയ്യൽ തുമ്പ് വരുന്നതാണ് കേട്ടോ, മടക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ റോങ് സൈഡെന്ന് പറയുന്നത്. ആ റോങ് സൈഡ് നമുക്കൊന്ന് സെൻറ്റർ മാർക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ മടക്കി വെച്ചിട്ട് വേണം നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല വശം കണ്ടില്ലേ, നല്ല വശം ഇതാണ് കേട്ടോ. തയ്യൽ തുമ്പ് കാണാത്ത നല്ല വശമാണ്, ഇതാണ് റോങ് സൈഡ്. അപ്പോൾ റോങ് സൈഡിൽ വേണം നമുക്ക് നല്ല വശമാണ് ക്ലോത്തിൽ ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് കാണണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് റോങ് സൈഡിൽ നമുക്ക് ആദ്യം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ കറക്റ്റ് 2 ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ചോക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, എന്നിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടോ, ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്കൊരു ലൈൻ ഇങ്ങനെ വരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ ഞാൻ ഡാർട്ട് അടയാളപ്പെടുത്താൻ നേരത്തെ ചെയ്തില്ല, അതുപോലെ തന്നെ ഈ ലൈനിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരു 4 ഇഞ്ച് വെച്ച് നമുക്ക് മുകൾ മുതൽ താഴെ വരെ നമുക്ക് 4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് എടുത്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 4 ഇഞ്ചും സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരച്ചിടാം കേട്ടോ. അപ്പോൾ തുടക്കക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരച്ചിടുക. എന്നിട്ട് നമുക്ക് മെയിൻ പാർട്ട് എടുത്തിട്ടുണ്ട്. മെയിൻ പാർട്ടിൻ്റെയും നല്ല വശത്ത് നമുക്ക് സെൻറ്റർ അറിയണം കേട്ടോ. നല്ല വശത്ത് സെൻറ്റർ അറിയാൻ വേണ്ടി 2 ആക്കി മടക്കിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്റർ അറിയാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. സിബ് വയ്ക്കാനാണ് നമ്മൾ സെൻറ്ററിലല്ലേ സിബ് വയ്ക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് സെൻറ്റർ അറിയാൻ വേണ്ടി ഇതുപോലെ ചോക്ക് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതും വേണമെങ്കിൽ സ്കെയിൽ വെച്ച് ഒരു നല്ല സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതും വലുതായിട്ട് വരച്ചെടുക്കുന്നില്ല, മുമ്പൊക്കെ വരയ്ക്കായിരുന്നു, ഇപ്പം ഞാൻ വരയ്ക്കുന്നില്ല. കണ്ടോ, ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലോട്ട്
നമ്മൾ സെപ്പറേറ്റ് വെട്ടിയെടുത്തില്ലേ ആ ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കാണ്ടോ. അപ്പോൾ ഇത് ഒരു അടിയിൽ നമ്മൾ മടക്കി അടിച്ച ഭാഗം അടിയിൽ വരണം കേട്ടോ. എന്നിട്ട് നല്ല വശമാണ് ചേർത്ത് വയ്ക്കുന്നത്. ചേർത്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് നമ്മളൊന്ന് നോക്കണം കേട്ടോ, കറക്റ്റ് വരണം. എന്നിട്ട് മുകൾ ഭാഗത്ത് കുറച്ച് തുണി കൂടുതൽ ഇട്ടേക്കണം കേട്ടോ. കാരണം നമ്മൾ നെക്ക് നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഫിനിഷ് ചെയ്ത നെക്കിലാണ് നമ്മളിനി സിബ് വയ്ക്കാൻ പോണത്. അപ്പം ആ ഒരു മുകൾ ഭാഗം നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ അവിടെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും ക്ലോത്ത് അവിടെ മുകളിലോട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ. കുറച്ച് നമ്മൾ മുകളിലോട്ട് നീക്കി വെച്ചിട്ട് വേണം ക്ലോത്ത് ഇടാം. അപ്പോൾ ഞാൻ ഫുള്ള് എടുക്കുന്നുണ്ട്. എന്നിട്ട് കറക്റ്റ് നമ്മൾ അടിയിൽ വരച്ച സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ തന്നെ മുകളിലത്തെ വരച്ച സെൻറ്റർ ലൈന് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. കറക്റ്റ് നോക്കിയിട്ട് നമുക്ക് രണ്ട് സൈഡൊന്നും മുട്ടുപിൻ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, അനങ്ങാതിരിക്കാൻ വേണ്ടി, മാറിപ്പോയിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ സെൻറ്ററിലെ കൂടെ അല്ല കേട്ടോ, നമ്മൾ 4 ഇഞ്ച് വെച്ച് അപ്പുറം ഇപ്പുറം മാർക്ക് ചെയ്തിട്ടില്ലേ സെൻറ്ററിൻ്റെ, ആ 4 ഇഞ്ച് കൂടി ഇതേ മുകളിൽ നിന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ. ഇതുപോലെ മുകളിൽ നിന്ന് ഫുള്ള് വയ്ക്കുന്നുണ്ടേ. ഫുള്ളിങ്ങ് യോക്ക് പാർട്ട് ഫുള്ള് ഞാൻ സിബ് വെച്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ളിങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇറക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയിട്ട് സൂചി കുത്തി നമുക്ക് തിരിച്ചെടുത്തിട്ട് അപ്പുറത്തെ 4 ഇഞ്ചിലും, അതായത് 2 വശത്തും നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ സെൻട്രൽ ലൈൻ്റെ അപ്പുറം ഇപ്പുറം, എന്നിട്ട് ഇതേ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പുറത്തെ 4 ഇഞ്ച് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തൊന്ന് എടുത്ത് വരിക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 4 ഇഞ്ച് കൂടെ സെൻട്രൽ ലൈനിൽ വരരുത് കേട്ടോ, സെൻട്രൽ ലൈനിൽ വരാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുട്ടുപിന്നെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്ത് മാറ്റി മുട്ടുപിന്നെല്ലാം മാറ്റിയിട്ട് നമ്മൾ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തല്ലോ ഫസ്റ്റ്, സെൻറ്റർ അറിയാൻ വേണ്ടി ആ സെൻട്രൽ ലൈനിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടേ നമ്മളിത്, അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടൂടെ ചേർത്താണ് കേട്ടോ, നമ്മളെ യോക്കിൻ്റെ ബാക്ക് പാർട്ടൂടെ ചേർത്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അങ്ങ് താഴെ വേരെ നമ്മളിത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. കണ്ടോ, 2ആയിട്ട് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ മാറിയിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് തിരിച്ചിടാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ, നമുക്ക് തിരിച്ച് മറിച്ചിടണം. അതിനുവേണ്ടി കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. അപ്പം സ്റ്റിച്ചിൽ കൊള്ളരുത് കേട്ടോ. എപ്പോഴും നമ്മൾ കട്ടിടുമ്പോഴും നമ്മൾ സ്റ്റിച്ച് കൊള്ളരുതെങ്കിൽ പിന്നെ സ്റ്റിച്ച് കട്ടായി പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, അപ്പോൾ ശ്രദ്ധിച്ചോണം. എന്നിട്ട് മുകളിലോട്ട് ഇത്രയും തുണി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് എന്തിനാണെന്ന് കാണിച്ചു തരാം. ബാക്ക് വശത്തോട്ട് കണ്ടില്ലേ, ഇതുപോലെ തന്നെ മടക്കി ഇത് ഇങ്ങനെ വെക്കണം കേട്ടോ. കാരണം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫിനിഷായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ അകത്തോട്ട് മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ക്ലോത്ത് അവിടെ വെട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴും തയ്യൽ തുമ്പ് കണ്ടില്ലേ, തയ്യൽ തുമ്പ് നമ്മളിപ്പോൾ വെച്ചടിച്ച പീസില്ലേ, ആ പീസിൻ്റെ മുകളിലോട്ട്, പീസിൻ്റെ താഴെ വരണം കേട്ടോ, മുകളിലോട്ടല്ല സോറി, പീസിൻ്റെ താഴെയാണോ ഒന്ന് നോക്കിക്കോണം. നമ്മൾ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഒന്ന് വലിച്ച് പിടിച്ച് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പം ബാക്ക് പാർട്ടിലോട്ട് ഇരിക്കരുത് തയ്യൽ തുമ്പ്, നമ്മളെ വെച്ചടിച്ച ആ ഒരു പീസിൻ്റെ താഴെയാവണം തയ്യൽ തുമ്പ് വരേണ്ടത്. എന്നിട്ട് കറക്റ്റ് ആ ഒരു എഡ്ജി കൂടെ അരികി കൂടെ ചേർത്ത് നമ്മളിത് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യട്ടോ. അപ്പോൾ ആ തയ്യൽ തുമ്പ് നമ്മൾ പൊങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പതിച്ച് സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നീറ്റായിട്ട് തന്നെ അങ്ങ് ഒരേ ലെവലിൽ ഇരിക്കില്ലെങ്കിൽ ഈ ഒരു തുണി ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. അത് ഒഴിവാക്കാനാണ് നമ്മൾ എല്ലായിടത്തും പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡ് ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ സിബ് എടുത്തിട്ടുള്ള ബ്ലാക്കാണ് കേട്ടോ. എനിക്ക് സെയിം കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വാങ്ങിക്കാൻ പോകാനായിട്ട് ഒരു സമയം കിട്ടിയില്ല, പെട്ടെന്ന് വേണമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉള്ളതുകൊണ്ട് അത് എടുത്തു കേട്ടോ. എല്ലാത്തിനും ബ്ലാക്ക് ചേരുമല്ലോ, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഒരു വശം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം സിബ് വരേണ്ടത്, അപ്പോൾ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാനിത് കാണാത്ത രീതിയിൽ, പുറമേ അധികം കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അങ്ങനെ നമ്മൾ മുകളിലോട്ട് വിട്ടത് ഇതുപോലെ ഒന്ന് താഴോട്ട് മടക്കി വെച്ചിട്ട് ഈ മുകൾ ഭാഗം ഇങ്ങനെ മടക്കണം കേട്ടോ. കുറച്ച് ഭാഗം എന്ന് വെച്ചാൽ ഒരു സ്റ്റീലിൻ്റെ ഒരു സംഭവം വരും കേട്ടോ സിബിൻ്റെ ഏറ്റവും മുകളിൽ, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ മടക്കി വെക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും മുകളിൽ വരരുത് കേട്ടോ, ഒരു പൊടിക്കൊന്ന് താന്നിരിക്കണം സ്റ്റീലിൻ്റെ ഒരു സംഭവം. അവിടെ വരെ അതൊരു ലോക്കാണ് കേട്ടോ, സിബിൻ്റെ ലോക്കാണ്, അവിടെ വരെ വരാനുള്ളത്. അത് ശകലം താത്ത് വെച്ചിട്ട് ബാക്കി ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് അടിക്കുന്നത് നമ്മുടെ പീസ് ഉണ്ടല്ലോ, നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തില്ലേ, നമ്മൾ സെപ്പറേറ്റ് വെട്ടിയെടുത്ത് ആ ഒരു പീസിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പക്ഷേ സിബ് വരുന്നത്, ആ സിബിൻ്റെ ആ ഒരു നമ്മളിടുന്ന ഒരു ഉണ്ടല്ലോ, അത് വന്നേക്കുന്നത് കറക്റ്റ് നമ്മുടെ ബാക്ക് പാർട്ടിനോട് ചേർന്നാണ് വന്നേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റ് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ചിട്ട് എടുക്കാം. അപ്പോൾ എനിക്കിതേ മടക്കുമ്പോൾ കണ്ടില്ലേ, ഇതുപോലാണ് കിട്ടുന്നത്. ഒരു സൈഡ് ഞാൻ കറക്റ്റ് കിട്ടിയിട്ടുണ്ടേ. അപ്പം മറു സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഞാൻ ആദ്യമേ എങ്ങനെയാണ് നമുക്ക് സിബ് ഇട്ട് കഴിയുമ്പോൾ വരുന്നതെന്ന് ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കി വെച്ചത് ഇങ്ങനെ അകത്തോട്ട് വയ്ക്കാം.
കണ്ടോ, നമ്മൾ സിബ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതേ കണ്ടോ, ഈ രണ്ട് സ്റ്റീലിൻ്റെത് ഒരേ കണക്ക് വരണം കേട്ടോ. ആ ഒരു ലോക്ക് കറക്റ്റ് ഒരുപോലെ വരണം, അല്ലെങ്കിൽ കയറി ഇറങ്ങിയിരിക്കും കേട്ടോ, അതും വൃത്തികേടായിരിക്കും. അപ്പോൾ ഒരുപോലെ വരണം. അതിനുവേണ്ടി ഞാൻ കണ്ടോ ആദ്യമേ ഒന്ന് നോക്കും കേട്ടോ, കറക്റ്റ് നോക്കിയിട്ട് എനിക്കപ്പോൾ ഇങ്ങനെയാണ് കിട്ടേണ്ടത്. കണ്ടോ, ആ ഒരു ലെവൽ നോക്കിയിട്ട് മുകളിലത്തെ ഭാഗം ഞാനൊന്ന് മടക്കി വെക്കുകയാണ്. മടക്കി വെച്ചിട്ട് ഞാൻ അവിടെ ഒരു മുട്ടുപിന്ന് കുത്തി വയ്ക്കും കേട്ടോ, മാറിപ്പോവാതിരിക്കാനാണ് കേട്ടോ ആ ഒരു മുട്ടുപിന്ന് ഞാനവിടെ കുത്തി വയ്ക്കുന്നതേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ, ഒരു മുട്ടുപിന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ മാറത്തില്ല, അവിടെ നിന്ന് അങ്ങനെ തന്നെ ഇരിക്കും. കണ്ടോ, ഇങ്ങനെ ഒന്ന് കുത്തി വെക്കുക. എന്നിട്ട് പിന്നീട് വീണ്ടും ഒന്ന് പിടിച്ച് നോക്കും കേട്ടോ, എനിക്ക് എങ്ങനെ വരേണ്ടത്. താഴെ വരെ ഞാൻ നോക്കും കേട്ടോ. സിബ് ഇട്ട് കഴിയുമ്പം സിബ് ഇട്ടേക്കുവാണ് കേട്ടോ, ഞാനിപ്പം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് സിബ് ഇട്ടേക്കുവാണ് മുകൾ ഭാഗം വരെ. എന്നിട്ട് ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ താഴ് ഭാഗമോ എവിടം വരെ വരുമെന്ന് നോക്കിയിട്ട് ഞാൻ അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കും കേട്ടോ. അവിടെ ഒരു പിന്ന് കുത്തി വയ്ക്കും, കുറച്ച് കയറ്റിയാണ് കേട്ടോ, അങ്ങനെ നല്ല സിബ് കാണാത്ത രീതിയിൽ കിട്ടണം അതുകൊണ്ട്. എന്നിട്ട് ഇതേ നമ്മൾ ആ ഒരു മെയിൻ പാർട്ട് ഉണ്ടല്ലോ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ സിബിന് വേണ്ടി സിബ് വയ്ക്കാൻ എടുത്ത ഒരു ക്ലോത്ത് ഇല്ലേ, അതും നമ്മുടെ സിബിൻ്റെ ആ ഒരു സൈഡും കൂടെ ചേർത്ത് ഞാൻ ഇവിടെയും ഒരു പിന്ന് കുത്തി വയ്ക്കുകയാണ്. കണ്ടോ, സിബിൻ്റെ ആ ഒരു പല്ലിൽ കയറരുത് കേട്ടോ, കയറാണ്ട് വേണം നമ്മളിങ്ങനെ കുത്തി വയ്ക്കാനായിട്ട്. അപ്പോൾ എനിക്ക് കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത് പോകട്ടോ. അപ്പോൾ ഇനി നമുക്ക് തിരിഞ്ഞൊന്നും പോകത്തില്ല. ഇതിപ്പോൾ നോക്കാണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇതേ നമ്മൾ ആ ഒരു ക്ലോത്ത് നൂത്തിട്ടിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഞാൻ ആ ഒരു ക്ലോത്ത് തന്നെ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ സെപ്പറേറ്റ് വെട്ടിയെടുത്ത ക്ലോത്തിൽ, അല്ലാതെ മറ്റേ നമ്മുടെ മെയിൻ പാർട്ടിൽ വെച്ചിട്ടില്ല കേട്ടോ. മെയിൻ പാർട്ടിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് സെയിം കളറാണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കുഴപ്പമില്ല, സെയിം കളറല്ലേ. ഞാനിപ്പം വേറെ പ്രത്യേക ഡിഫറെൻറ്റ് കളറായതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻവിസിബിളൊക്കെ സിബ് ചെയ്യുന്നത് പോലെ ഏകദേശം അതുപോലെ തന്നെ നമുക്ക് സാധാ സിബ് വെച്ചും കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് കാണാത്ത രീതിയിൽ കിട്ടും കേട്ടോ. എന്നിട്ടേ നമ്മുടെ ആ പല്ലുണ്ടല്ലോ, സിബിൻ്റെ പല്ല് വരുന്നതേ ആ ഒരു നമ്മുടെ ബാക്ക് പാർട്ടിനോട് ചേർന്നാണ് വരുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ടേ വെച്ചിട്ടുള്ള കണ്ട, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വെച്ചിട്ട് ഇതേ കറക്റ്റ് ചേർത്ത് തന്നെ എഡ്ജിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ചിട്ട് എടുക്കാം. ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ചിട്ട് എടുത്ത് ഏറ്റവും ലാസ്റ്റ് വരെ കൊണ്ടുവരുമ്പോൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം കേട്ടോ. നമ്മുടെ ആ ഒരു സിബിൻ്റെ ആ ഒരു പല്ലുണ്ടല്ലോ, അതിൽ കൂടെ ചേർത്ത് തന്നെ സ്റ്റിച്ചിട്ട് എടുക്കുക. ഇങ്ങനെ നമ്മൾ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ, മേൽ വരെ കൊണ്ടുവരിക. എന്നിട്ട് കറക്റ്റ് ഇതേ അവിടെ നമ്മൾ മുട്ടുപിന്നെ എടുത്ത് മാറ്റട്ടെ. നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്, മുട്ടുപിന്നെ മാറ്റിയതേ നമ്മൾ ആ മടക്കി വെച്ചതോടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വിട്ടിരിക്കും കേട്ടോ, ചിലപ്പോഴത്തേക്കും അത് വിട്ടിരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്തല്ലോ സിബ് വയ്ക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ, ആ ഒരു പീസും സിബ് ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള മുകൾ ഭാഗത്ത് ആ മുകൾ ഭാഗത്ത് ഇതുപോലൊരു സ്റ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. അവിടം വരെ മാത്രം നമ്മൾ ആ ഒരു സെപ്പറേറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു പീസ് മാത്രം മതി, അതിന് ഇങ്ങോട്ട് വേണ്ട കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഇപ്പോൾ കറക്റ്റ് അതുപോലെ ജോയിൻ ചെയ്യുമ്പോൾ അതുപോലെ ഇരിക്കും. എന്നിട്ട് നമുക്കിത് ഇതൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. സിബ് ഞാൻ പിടിച്ചിട്ടുണ്ട് കണ്ട, എനിക്കിപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് മറഞ്ഞിരിക്കും കേട്ടോ, നമുക്ക് അധികം ഇങ്ങനെ പുറത്തോട്ട് കാണത്തില്ല ഇത് കണ്ട. അപ്പോൾ ഈ ഒരു രീതിയിലിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടിട്ട് എന്താ തോന്നുന്നു? എനിക്കൊരു ഇൻവിസിബിൾ സിബ് വെച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് പറയാം. എനിക്കിപ്പോൾ അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാ സിബ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ കണ്ടാൽ നമുക്ക് ഇങ്ങനെ കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ഒരു പീസിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ബാക്കി നമുക്ക് സിബൊക്കെ ബാക്കി ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിത് ഫുള്ള് നമ്മൾ ബോഡി പാർട്ട് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവാണ് കേട്ടോ ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ക്യാപ് സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ഇവിടെ മുട്ടുപിന്ന് കുത്തി വെച്ചേക്കുമായിരുന്നു കേട്ടോ. മുട്ടുപിന്ന് മാറ്റിയിട്ട് നമുക്ക് അതൊന്ന് സ്റ്റിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ് സ്ലീവിൻ്റെ അടിഭാഗത്ത് സ്റ്റിച്ചിങ് ഒന്നും വരത്തില്ല, കാരണം അതുപോലെ ആ ഒരു രീതിയിലാണല്ലോ ക്യാപ് സ്ലീവിൻ്റെ കട്ടിങ് വരുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് സ്റ്റിച്ചിട്ടെടുക്കണം ക്യാപ് സ്ലീവിൻ്റെ. അപ്പോൾ ഒരു സ്ലീവ് ഞാൻ മാറ്റിയിട്ടുണ്ട്, 2 സ്ലീവ് ഉണ്ടല്ലോ. എന്നിട്ട് നമ്മളിതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ചെറിയ കട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 2 കട്ടും ഒരുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സെൻറ്ററിൽ ആദ്യം ഒരു മുട്ടുപിന്ന് കുത്തി വയ്ക്കുക. കുത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് വേണം നമുക്കൊന്ന് സ്റ്റിച്ചിട്ടെടുക്കണം കേട്ടോ. കാരണം മുകൾ ഭാഗമാണ് ഇതിൻ്റെ ഓപ്പണിങ്. നമ്മൾ ക്യാപ്സിലിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ആയിരിക്കും, അടിഭാഗം ക്ലോസ്ഡും ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മുകൾ ഭാഗം മാറിപ്പോവരുതല്ലോ, മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഫസ്റ്റിലെ മുകൾ ഭാഗത്ത് ഒരു സ്റ്റിച്ചിട്ട് എടുക്കാം. കണ്ടോ, ഇതുപോലെ ഫുള്ള് സ്റ്റിച്ചിട്ട് എടുക്കണം. കണ്ടില്ലേ? അപ്പം ഇതുപോലെ സ്റ്റിച്ചിട്ട് എടുത്തിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്കറിയാം നല്ല രീതിയിൽ ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോയ്ക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം കുറച്ച് നമ്മൾ ഈ മുകളിലത്തെ ബോഡി പാർട്ടിന് കുറച്ചധികം പണികളുണ്ട്. ഇതുപോലെ സ്ലീവ് വരെ കുറച്ചധികം സിബും കൂടെയൊക്കെ വന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലാവണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നത് കേട്ടോ.
ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് അതുപോലെ തന്നെ സ്റ്റിച്ചിട്ടെടുക്കാം. ആദ്യം സെൻറ്റർ തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചൊരു മുട്ടുപിന്ന് കുത്തി വയ്ക്കുക. എന്നിട്ട് നമുക്കിതേ മുകൾ ഭാഗത്തുനിന്ന് സ്റ്റിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്നിട്ട് ഈ നമ്മൾ സെൻറ്റർ ഉണ്ടല്ലോ, സ്ലീവിൻ്റെ സെൻറ്റർ, നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടി സ്ലീവിൻ്റെ ആ സെൻറ്റർ കട്ടുണ്ടല്ലോ, ആ ഒരു കട്ട് വരേണ്ടത് നമ്മുടെ ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, കണ്ടില്ലേ? ഈ ഒരു കറക്റ്റ് ഈ ഒരു ലൈനിൽ വേണം നമ്മൾ ആ സെൻറ്റർ വന്ന് നിൽക്കാൻ കേട്ടോ. സെൻറ്ററിൻ്റെ കട്ട് വയ്ക്കേണ്ടത് അവിടെയാണ് കേട്ടോ. കറക്റ്റ് അവിടെ തന്നെ വയ്ക്കുക. എന്നിട്ട് ഇതുപോലാണ് കേട്ടോ സ്ലീവ് വയ്ക്കാനുള്ളത്. നമ്മുടെ സ്ലീവ് ബോഡി പാർട്ടിൻ്റെ മുകളിലോട്ട് വേണം കിടക്കാനായിട്ട് കേട്ടോ സ്ലീവ്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇതിപ്പോൾ നല്ല വശം ചീത്ത വശം എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, കാരണം സ്ലീവിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരുപോലെയാണ്, കാരണം ക്യാപ് സ്ലീവ് അങ്ങനെ വരുന്നത്. എന്നിട്ട് നമ്മൾ അരയിഞ്ചാണ് കേട്ടോ, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. അരയിഞ്ചിൽ തന്നെ നമുക്ക് സ്റ്റിച്ചിട്ട് എടുക്കാം. ഇങ്ങനെ പിടിച്ച് വെച്ച് അരയിഞ്ചിൽ തന്നെ സ്റ്റിച്ചിട്ട് പോവുക. അപ്പോൾ വലിയ എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് നമുക്കിപ്പോൾ ഞാൻ ആ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടം ക്യാപ് സ്ലീവ് തന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ തുണി കുറവായിട്ടും ഒന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ. അപ്പം തുണി കുറവാണെങ്കിൽ നമുക്ക് ക്യാപ് സ്ലീവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഉറപ്പായ അപ്പം തുണി കുറവാണെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ക്യാപ് സ്ലീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ആം ഹോളിൻ്റെ ആ ഒരു ലെങ്ത്ത് കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് ആദ്യം ഞാൻ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി സെൻറ്ററിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ സൈഡിലോട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്ററിൻ്റെ അവിടെ ആദ്യം കുത്തി നമ്മൾ എവിടെ നിന്നാണോ സ്റ്റിച്ച് തുടങ്ങിയിട്ടുള്ളത് അവിടെ ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ സ്റ്റിച്ചിട്ട് തുടങ്ങണം കേട്ടോ. എന്നാലാണത് സ്റ്റിച്ച് ഇളവി പോവാതിരിക്കുക കേട്ടോ. എന്നിട്ട് നേരത്തെ പറഞ്ഞ ഒരു കെട്ടിട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കെട്ടിടാൻ ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് നമ്മളൊന്ന് പിടിച്ച് വെച്ചാൽ മതി കേട്ടോ. തുണി നീങ്ങാത്ത രീതിയിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് തന്നെ വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പിടിച്ച് വെച്ച് കഴിയുമ്പം അവിടെ ഓൾറെഡി കെട്ട് വീഴും. സൂചി ഇറങ്ങി പോകില്ല. നമ്മൾ മെഷീൻ ചവിട്ടുമ്പോൾ സൂചി ഇങ്ങനെ കെട്ട് വീണോളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കുക. അപ്പം കണ്ടോ, ഞാൻ ഫുള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതുപോലാണ് സ്ലീവ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ എങ്ങനെയുണ്ട് ക്യാപ് സ്ലീവ്? അപ്പോൾ ക്യാപ് സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഒരു സൈഡാണ് കേട്ടോ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു സ്റ്റിച്ചേ ഇട്ടിട്ടുള്ളേ, അപ്പം ഒരു സ്റ്റിച്ച് കൂടി ഇടണം കേട്ടോ. നമുക്ക് 2 സ്റ്റിച്ച് ഇടണം സ്ലീവിൽ. ഒരു സ്റ്റിച്ച് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളൂ, അതും കൂടി ഇട്ടെടുക്കുക. അപ്പം കറക്റ്റ് ക്യാപ് സ്ലീവ് ഇതുപോലാണ് വരുന്നത് കണ്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ടിട്ടെടുക്കാം കേട്ടോ. അകത്ത് നമ്മുടെ ആദ്യം അരയിഞ്ച് സ്റ്റിച്ച് ചെയ്തല്ല, അതിനകത്ത് അരയിഞ്ചിന് ഇപ്പുറത്തോട്ട് വരരുത്, ആ അരയിഞ്ചിൽ അകത്ത് തന്നെ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ ഇട്ടെടുക്കണം. അതിന് മുന്നേ നമുക്ക് വേണ്ടത് ഒരു സ്ലീവിൻ്റെ ശകലം ഭാഗം പുറത്തോട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ കൂടുതൽ വന്നിട്ടുണ്ട്, ഒരു ശകലേ ഉള്ളൂ. അത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് വേണ്ട, നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് അത് ലെവലായിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതേ ഇതിൻ്റെ അകത്തൂടെ തന്നെ അരയിഞ്ചിൻ്റെ അകത്തൂടെ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് അത്രയും കാണിക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ 2 സ്ലീവ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തെ സ്ലീവും ഞാൻ സെയിം ഇതേ മെത്തേഡിൽ തന്നെ ഞാൻ ചെയ്തെടുക്കുക. 2 സ്റ്റിച്ചിട്ടെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം അല്പം വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. എന്നിട്ട് ഇനി അടുത്തത് ബാക്കി നമ്മുടെ ഇങ്ങനെയാണ് പ്ലീറ്റ് ഇടുന്നതെന്നുള്ളതും 2 ടൈപ്പ് പ്ലീറ്റ് ഉണ്ട്. സാധാ ലൈനിങ്ങിൽ സാധാ പ്ലീറ്റാണ് ഇടുന്നത്, പിന്നെ അതുപോലെ മെയിൻ പാർട്ടിൽ ബോക്സ് പ്ലീറ്റാണ് ഇടുന്നത്. അപ്പം ഇതൊക്കെ കുറച്ച് കൂടുതലുണ്ട്. ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ വീഡിയോയ്ക്ക്, അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക. ഉറപ്പായിട്ടും അടുത്ത വീഡിയോ ഉടനെ ഞാൻ അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഇത് കൂടെ തന്നെ ഇടുന്നതായിരിക്കും. അത് ഒട്ടും പറ്റാഞ്ഞിട്ടാണ് കേട്ടോ, ഒരുപാട് ലെങ്ത് ആയപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് ബോറടിച്ചാണ് ഇത്രയും ലാഗ് അടിപ്പിക്കുന്നത് കൊണ്ട്. അപ്പം പറയാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ആർക്കെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിലോ ഉപകാരപ്പെടുന്നെങ്കിലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ക്യാപ് സ്ലീവും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡി നെക്കാണ് സ്കാലപ്പ് നെക്ക്, ഇതൊക്കെ എല്ലാവരും ഒന്ന് നോക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടേക്കാം. എല്ലാവരും കയറി കണ്ടു നോക്കണം കേട്ടോ, ഒന്ന് കണ്ടു നോക്കി ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫുൾ സ്റ്റിച്ചിങ്ങും ഉണ്ടായിരിക്കും കേട്ടോ. ഫുൾ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫാനൽ ലുക്കും കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബായ്.